നമസ്കാരം. ഹയർ സെക്കൻഡറി +1 പ്രവേശനത്തിനായുള്ള ആ ഒരു ഏകജാലക സംവിധാനം, അതായത് ഒറ്റ ആപ്ലിക്കേഷൻ വെച്ച് പല സ്കൂളുകളിലേക്കും അപേക്ഷിക്കുന്ന രീതി, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതെ, കയ്യിലുള്ള വിവരങ്ങൾ വെച്ച് ഈ ഒരു പ്രോസസ്സിലെ പ്രധാന കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊന്ന് വേഗത്തിൽ മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ലിങ്ക് ഇപ്പോൾ ഓപ്പൺ ആണ്. അപ്പോൾ ഇതിലേക്ക് കടക്കാം അല്ലേ? ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടാക്കുക എന്നുള്ളതാണോ? അതെ. ആദ്യം ചെയ്യേണ്ടത് അതാണ്. ആ ഔദ്യോഗിക വെബ്സൈറ്റ് ഇല്ലേ, hscap.kerala.gov.in, ഓക്കെ, ആ സൈറ്റിൽ കയറിയിട്ട് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് കാണുന്നൊരു ലിങ്ക് ഉണ്ടാവും. അതുവഴിയാണ് നമ്മളൊരു കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടാക്കേണ്ടത്. അപ്പം നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ശരി. OTP ഉപയോഗിച്ച് നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. അത്യാവശ്യം ഓർമ്മയിലിരിക്കുന്ന എന്നാൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ്. പാസ്വേഡ് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകമായി ശ്രദ്ധിക്കാനുണ്ടോ? സാധാരണ തെറ്റുകൾ പറ്റാറുണ്ടോ ആ ഭാഗത്ത്? ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ നമ്മൾ സാധാരണ പാസ്വേഡ് പോലെ കൊടുക്കും. പക്ഷെ ഇതിന് ചിലപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, നമ്പർ, സിംബൽ അങ്ങനത്തെ നിബന്ധനകളുണ്ടാവും. ഓക്കെ, അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ OTP വരാൻ ചിലപ്പോൾ കുറച്ച് താമസം എടുക്കും. അപ്പോൾ വെയിറ്റ് ചെയ്യണം, വീണ്ടും വീണ്ടും കൊടുക്കാതെ. ശരി ശരി. പിന്നെ ഏറ്റവും പ്രധാനം, ഈ ലോഗിൻ വിവരങ്ങൾ അത് മറന്നു പോവരുത്. കാരണം അപേക്ഷ കൊടുക്കുന്നതും പിന്നെ അലോട്ട്മെന്റ് നോക്കുന്നതും ഒക്കെ ഇതുവഴിയാണ്. അപ്പോൾ ഈ ലോഗിൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കാൻ പറയുന്ന പ്രധാന കാര്യങ്ങൾ, ഒന്ന് അപേക്ഷാ നമ്പർ, പിന്നെ മൊബൈൽ നമ്പർ. ഇത് രണ്ടും എന്തിനാ ഇത്ര സൂക്ഷിച്ചു വെക്കാൻ പറയുന്നത്? അതെ, ഈ അപേക്ഷാ നമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ അപേക്ഷയുടെ ഒരു ID പോലെയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് എവിടെയെങ്കിലും എഴുതി വെക്കണം. ഭാവിയിൽ അപേക്ഷയുടെ സ്റ്റാറ്റസ് അറിയാനും അലോട്ട്മെന്റ് വന്നോന്ന് നോക്കാനും ഒക്കെ ഈ നമ്പർ വേണം. അത് പോയാൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ശരി. മൊബൈൽ നമ്പറോ? മൊബൈൽ നമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മെസ്സേജുകൾ, OTP, അലോട്ട്മെന്റ് കിട്ടിയാൽ ആ വിവരം, അതൊക്കെ വരുന്നത് നമ്മൾ കൊടുക്കുന്ന നമ്പറിലേക്കാണ്. ഓഹോ. അപ്പോൾ അത് സ്വന്തം നമ്പർ അല്ലെങ്കിൽ രക്ഷകർത്താവിന്റെ, അതായത് വിവരങ്ങൾ കൃത്യമായി നമ്മളെ അറിയിക്കാൻ പറ്റുന്ന ഒരാളുടെ നമ്പർ തന്നെ കൊടുക്കണം. വേറെ ആരുടെയെങ്കിലും കൊടുത്താൽ ചിലപ്പോൾ വിവരങ്ങൾ നമ്മളിലേക്ക് എത്താൻ വൈകും, അല്ലെങ്കിൽ എത്തുകയില്ല. അതൊരു പ്രധാന പോയിന്റാണ്. കാരണം അലോട്ട്മെന്റ് കിട്ടിയിട്ട് അറിഞ്ഞില്ലെങ്കിൽ. അതെ അതെ, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്പർ കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. അല്ല, കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടാക്കുക. അതെ. 2, കിട്ടുന്ന അപേക്ഷാ നമ്പർ കളയാതെ സൂക്ഷിക്കുക. എഴുതി വെക്കുക. 3, നമ്മുടെ അല്ലെങ്കിൽ പാരന്റിന്റെ മൊബൈൽ നമ്പർ കൊടുക്കുക. 4, യൂസർ മാനുവൽ ഒന്ന് ഓടിച്ചു നോക്കുക. ഇത്രയും ചെയ്താൽ ഏകദേശം ഓക്കെ ആവും അല്ലേ? തീർച്ചയായും ശ്രദ്ധിച്ച് ചെയ്താൽ മതി. കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഈ ഓൺലൈൻ സിസ്റ്റത്തില് പ്രോസസ്സ് മൊത്തത്തില് സുതാര്യമായിട്ടുണ്ട്, വേഗമുണ്ട്. ശരിയാണ്. പുതിയ വിവരങ്ങൾക്കായി joinhslive.in ഫോളോ ചെയ്യുക.